സുഹൃത്തുക്കളെ, ജയ് ഹിന്ദ്, വന്ദേ മാതരം. 250-ലധികം റഫാൽ യുദ്ധവിമാനങ്ങൾക്കായിട്ട് ഒരു ബൃഹത്തായ റീജിയണൽ MRO ഇക്കോസിസ്റ്റം ഇന്ത്യയിൽ ഒരുങ്ങുന്നു. അതായത് വെറുമൊരു എൻജിൻ റിപ്പയറിങ്ങിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, സ്ട്രക്ചറൽ റിപ്പയർ, വെപ്പൺ സർവീസിംഗ്, സ്പെയർ പാർട്ടുകൾ, ഇലക്ട്രോണിക്സ്, ലോജിസ്റ്റിക്സ്, പിന്നെ പൈലറ്റ്സ് ആൻഡ് ടെക്നീഷ്യൻസ് സപ്പോർട്ട്, ഇതെല്ലാം ചേർന്ന ഒരു വലിയ റഫേൽ സസ്റ്റൈൻമെന്റ് നെറ്റ്വർക്ക് തന്നെ ഇന്ത്യയിൽ രൂപപ്പെടാൻ പോകുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. റഫാൽ വാങ്ങുന്ന ഒരു രാജ്യം എന്നതിലുപരി റഫാൽ റീജിയണൽ പവറായിട്ട് ഇന്ത്യ മാറുകയാണ്. അതാണ് ഈ വാർത്തയുടെ യഥാർത്ഥ എക്സൈറ്റ്മെന്റ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററൻ. ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ആ ഫ്ലീറ്റ് സൈസ് ഒന്ന് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൈവശം നിലവിൽ 36 റഫേൽ വിമാനങ്ങളുണ്ട്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് 26 റഫേൽ മാരിടൈം വിമാനങ്ങൾ കൂടി ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അതോടെ ഇന്ത്യയുടെ മാത്രം ഉറപ്പായ കൺഫേംഡ് റഫേൽ ഫ്ലീറ്റ് 62 ഉയരും. ഇതിനു പുറമെ UAE 80 റഫാൽ F4 യുദ്ധവിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യയും UAE മാത്രം ചേരുമ്പോൾ തന്നെ 142 റഫാലുകളായി. ഇനി ഇന്ത്യൻ എയർഫോഴ്സിന്റെ 114 വിമാനങ്ങൾക്കായിട്ടുള്ള MRFA പ്രോഗ്രാം കൂടി റഫാലിലേക്ക് പോയാലോ? 62 + 80 + 114, ആകെ 256 റഫാൽ വിമാനങ്ങൾ. ഇതാണ് ആ നിർണായകമായ കണക്ക്. 250 എണ്ണം എന്നത് ഒരു ഫൈറ്റർ ഫ്ലീറ്റ് മാത്രമല്ല, ഒരു വലിയ ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ തന്നെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള വലിപ്പമാണ്. ഇത്രയും വിമാനങ്ങൾ ഒരു റീജിയനിൽ പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായിട്ട് എഞ്ചിൻ ഓവറോള്, എയർഫ്രെയിം മെയിൻ്റനൻസ്, വെപ്പൺ സപ്പോർട്ട്, സ്പെയർ പാർട്ടുകൾ, വെയർ ഹൗസിംഗ്, ടെസ്റ്റിംഗ്, സർട്ടിഫൈഡ് ടെക്നിക്കൽ മാൻ പവർ എന്നിവ വേണമെന്നത് സ്വാഭാവികമാണ്. അവിടെ ഇന്ത്യക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ഇതിനകം തന്നെ നിർമ്മിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് M88 എഞ്ചിൻ ഒന്ന് നോക്കാം. റഫാലിൻ്റെ M88 എഞ്ചിൻ നിർമ്മിക്കുന്നത് സാഫ്രൻ ആണ്. ഹൈദരാബാദിൽ M88 എഞ്ചിൻ്റെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ ഫെസിലിറ്റി അവർ സ്ഥാപിക്കുകയാണ്. എഞ്ചിൻ മോഡ്യൂൾ മേജർ ഓവറോൾ ചെയ്യാനായിട്ട് ഫ്രാൻസിലേക്ക് അയക്കുന്ന സാഹചര്യം കുറയുകയും ഇന്ത്യക്കകത്ത് തന്നെ റിപ്പയർ ചെയ്യാൻ കഴിയുകയും ചെയ്താൽ ടേൺ അറൗണ്ട് ടൈം വലിയ തോതിൽ കുറയും. ഇന്ത്യയുടെ ഫ്ലീറ്റ് വലുതാകുമ്പോൾ ഇത് നമുക്ക് വലിയൊരു മിലിറ്ററി അഡ്വാൻറ്റേജ് ആയിരിക്കും നൽകാൻ പോകുന്നത്. പക്ഷേ അതിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം UAEയുടെ 80 റഫാലുകളാണ്. അബുദാബിയിൽ നിന്ന് എഞ്ചിൻ മോഡ്യൂൾ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇന്ത്യയിലെ ഹൈദരാബാദിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം കുറവായിരിക്കും. സമയം ലാഭിക്കാം, ചെലവും കുറയും, വിമാനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ സർവീസിലേക്ക് മടങ്ങാനും സാധിക്കും. ഇവിടെയാണ് ഇന്ത്യ ഒരു റീജിയണൽ സർവീസ് സെൻ്ററായിട്ട് ഉയരാൻ പോകുന്നത്. പക്ഷേ ഇത് എഞ്ചിൻ കേസിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യയിലെ റഫാൽ സിസ്റ്റം ഇപ്പം തന്നെ പല ദിശകളിലായിട്ട് വളരുകയാണ്. ഡെസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസും ചേർന്ന് എയർക്രാഫ്റ്റ് സ്ട്രക്ചറൽ കോമ്പണൻസ്, ഫ്യൂസലേജ് അസംബ്ലീസ് എന്നിവ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ശേഷി വികസിപ്പിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? ഒരു ഫൈറ്റർ വിമാനം 30 മുതൽ 40 വർഷം വരെ സർവീസിലുണ്ടാവും. ആ കാലയളവിൽ എഞ്ചിൻ മാത്രം മാറുകയോ റിപ്പയർ ചെയ്യുകയോ അല്ല വേണ്ടത്. എയർ ഫ്രെയിം ഇൻസ്പെക്ഷൻ വേണം, സ്ട്രക്ചറൽ സെക്ഷൻസ് റിപ്പയർ ചെയ്യണം, പാനലുകൾ മാറ്റണം, കോമ്പണൻസ് റീപ്ലേസ് ചെയ്യണം, സ്പെഷ്യലൈസ്ഡ് അസംബ്ലീസ് വേണം. ഇവയെല്ലാം ഇന്ത്യയിലെ സപ്ലൈ ചെയിനിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിതി വന്നാൽ യൂറോപ്പിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം. അതായത് റഫാൽ MRO ഇന്ത്യയിൽ വരുന്നതോടെ ഇന്ത്യ വെറും ഒരു റിപ്പയർ ഷോപ്പ് ആകുന്നില്ല, റഫാലിൻ്റെ വലിയൊരു സ്പെയർ പാർട്സ് സപ്ലയർ കൂടിയാകുകയാണ്. റഫാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസിഷൻ സ്ട്രൈക്ക് വെപ്പണുകളിൽ ഒന്നാണ് ഹാമർ മിസൈലുകൾ. ഇന്ത്യയിൽ ഹാമർ നിർമ്മിക്കാനുള്ള ഇൻഡസ്ട്രിയൽ കോഓപ്പറേഷൻ ഇപ്പം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെപ്പൺ ഇൻസ്പെക്ഷൻ, ഗൈഡൻസ് സിസ്റ്റം ചെക്കുകൾ, സ്റ്റോറേജ്, ലൈഫ് സൈക്കിൾ സപ്പോർട്ട്, റിപ്പയർ, ഇൻ്റഗ്രേഷൻ, ഇതെല്ലാം ഇതിൻ്റെ ലോജിസ്റ്റിക്സ് ചെയിനിൻ്റെ ഭാഗമാകും. ഹാമർ പോലെയുള്ള പ്രിസിഷൻ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുകയും പിന്നീട് അതിൻ്റെ സർവീസിംഗ് കേപ്പബിലിറ്റി വളരുകയും ചെയ്താൽ റഫാൽ ഉപയോഗിച്ചുള്ള ഓപ്പറേഷണൽ ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് കൂടുതൽ ശക്തമാകും. പിന്നെ മൈക്ക മിസൈലുകൾ. റഫാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ടു എയർ മിസൈൽ കുടുംബമാണ് മൈക്ക. MBDA ഇന്ത്യയിൽ മൈക്ക മെയിൻ്റനൻസ് കേപ്പബിലിറ്റി വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വീണ്ടും ആ പഴയ ഒറ്റ പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരും. റഫാൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ഹാങ്ങർ മാത്രമല്ല, എൻജിൻസ്, വെപ്പൺസ്, എയർ ഫ്രെയിം, ഇലക്ട്രോണിക്സ്, സ്പെയർ പാർട്ടുകൾ,
ടെസ്റ്റിംഗ്, സർട്ടിഫൈഡ് മാൻ പവർ, ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ MRO ഹബ്ബ് ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യ ഇപ്പോൾ ആ എക്കോസിസ്റ്റമാണ് ബിൽഡ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ നേവിക്ക് വരുന്ന റഫാൽ മെറീൻ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഈ എക്കോസിസ്റ്റം കൂടുതൽ ശക്തമാവും. നേവൽ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സാധാരണ ലാൻഡ് ബേസ്ഡ് ഓപ്പറേഷനേക്കാളൊക്കെ വളരെ ഡിമാൻഡിംഗ് ആണ്. സോൾട്ട് വാട്ടർ എൻവയൺമെൻറ്റ്, കരിയർ ഓപ്പറേഷൻസ്, ഹൈ സ്ട്രക്ചറൽ സ്ട്രെസ്, ലാൻഡിംഗ് ഇമ്പാക്റ്റ്, കൊറോഷൻ കൺട്രോൾ, സ്പെഷ്യലൈസ്ഡ് മെയിൻ്റനൻസ്, ഇതെല്ലാം ഇതിന് വേണം. ഇത് കാരണം റഫാൽ മെറീൻ സസ്റ്റൈൻമെൻറ്റ് കേപ്പബിലിറ്റി ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വഴി ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നിക്കൽ മാൻ പവർ ഇവിടെ സൃഷ്ടിക്കപ്പെടും. ഇത് എയർഫോഴ്സിൻ്റെ റഫാലുകൾക്കും ഒരു പരോക്ഷമായ ബെനിഫിറ്റ് കൊടുക്കും. ചുരുക്കത്തിൽ ഇന്ത്യൻ എയർഫോഴ്സും നേവിയും ചേർന്ന് വലിയൊരു റഫാൽ ടെക്നിക്കൽ ബേസ് ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം മെയിൻ്റനൻസ് ഇൻകം എന്ന് പറയുന്നത് ഒരു തവണ മാത്രം ലഭിക്കുന്ന വരുമാനമല്ല. വിമാനം സർവീസിൽ ഉള്ള കാലം അത്രയും തുടർച്ചയായിട്ട് ലഭിക്കുന്ന ഒരു റെക്കറിംഗ് ബിസിനസ്സാണ്. റഫാൽ ഫ്ലീറ്റ് അടുത്ത 30-40 വർഷം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് പതിറ്റാണ്ടുകളോളം നീളുന്ന എയറോസ്പേസ് റവന്യൂ സ്ട്രീമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് UAEക്ക് ഇന്ത്യ ഒരു നാച്ചുറൽ പാർട്ട്ണർ ആകുന്നതെന്നും കൂടി നോക്കാം. ജിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ യൂറോപ്പിനേക്കാളും അവർക്ക് അടുത്താണ്. ഇന്ത്യയും ഒരു റഫാൽ ഓപ്പറേറ്ററാണ്. ഇന്ത്യയിൽ കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. ചെലവുകളുടെ കാര്യത്തിൽ വലിയ കോസ്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്സും ഉണ്ട്. അതുപോലെ അതിവേഗം വളരുന്ന എയറോസ്പേസ് മാനുഫാക്ചറിംഗ് ബേസ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യ UAE സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഇന്ന് വളരെ ശക്തമാണ്. അതുപോലെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഡിഫൻസ് എക്സസൈസ് നടക്കുന്നു, എയർഫോഴ്സ് ഇൻറ്ററാക്ഷൻ ഉണ്ട്, നേവൽ കോഓപ്പറേഷൻ ഉണ്ട്, സ്ട്രാറ്റജിക് ഡയലോഗ് ഉണ്ട്, ഡിഫൻസ് ഇൻഡസ്ട്രി കോഓപ്പറേഷൻ വളരുന്നുണ്ട്. അതായത് UAEക്ക് ഇന്ത്യ ഒരു അൺനോൺ മെയിൻ്റനൻസ് വെണ്ടർ അല്ല, മറിച്ച് ഒരു ട്രസ്റ്റഡ് സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇനി ഒരു ദീർഘകാല എയർ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ വിമാനങ്ങൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ മാത്രമല്ല പ്രശ്നം. മെയിൻ്റനൻസ് പ്രഷർ അതിവേഗം കൂടും, എഞ്ചിനുകൾ കൂടുതൽ സൈക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യും, കോമ്പണൻസ് വിയർ ഔട്ട് ചെയ്യും, വെപ്പൺ സ്റ്റോക്ക് കാലിയാകും, സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ വീണ്ടും വീണ്ടും ആവശ്യമായിട്ട് വരും. അങ്ങനെ ഒരു സമയത്ത് ഫ്രാൻസിനെ മാത്രം ആശ്രയിച്ചാൽ ലോജിസ്റ്റിക് ഡിലേ വരികയും അത് ഓപ്പറേഷണൽ ടെമ്പോയെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയിൽ തന്നെ ഈ എക്കോസിസ്റ്റം ഉണ്ടെങ്കിൽ റിപ്പയർ ആൻഡ് റീപ്ലെനിഷ്മെൻറ്റ് സൈക്കിൾ വേഗത്തിലാക്കാം. ഇത് സോട്ടി ജനറേഷൻ റേറ്റ് കൂടുകയും എയർക്രാഫ്റ്റ് അവൈലബിലിറ്റി ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ MRO കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വെറും ഒരു കൊമേഴ്സ്യൽ പ്രൊജക്റ്റ് മാത്രമല്ല, അതൊരു കോമ്പാറ്റ് പവർ മൾട്ടിപ്ലയർ കൂടിയാണ്. ഇന്ത്യയുടെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുന്നത് ഇവിടെയാണ്. എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ അസംബിൾ ചെയ്യാം, സ്ട്രക്ചറൽ പാർട്ടുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാം, M88 എഞ്ചിൻസ് ഇന്ത്യയിൽ ഓവർഹോൾ ചെയ്യാം, ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാം, മൈക്ക മെയിൻ്റനൻസ് ഇന്ത്യയിൽ നടത്താം, റഫേൽ മറീൻ സപ്പോർട്ട് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാം, റീജിയണൽ ഓപ്പറേഷൻസിന് സർവീസ് നൽകാം. ഇതാണ് യഥാർത്ഥ മാറ്റം. ബയർ ടു ബിൽഡർ, ഇമ്പോർട്ടർ ടു സസ്റ്റൈനർ, കസ്റ്റമർ ടു റീജിയണൽ എയറോസ്പേസ് ഹബ്ബ്. ഇനി ഈ കണക്ക് 250 അവസാനിക്കുമോ? അതാണ് ഏറ്റവും രസകരമായ ചോദ്യം. ഫ്രാൻസിന് പുറത്തും വലിയ എക്സ്പോർട്ട് സക്സസ് നേടിയ എയർക്രാഫ്റ്റാണ് റഫാൽ. UAE പോലെയുള്ള ഒരു വലിയ ഓപ്പറേറ്റർ ഗൾഫ് മേഖലയിലുണ്ട്. ഇന്ത്യ വലിയൊരു ഓപ്പറേറ്റർ ആകുന്നു. ഇനി ഭാവിയിൽ മറ്റ് റഫാൽ കസ്റ്റമേഴ്സ് വെസ്റ്റ് ഏഷ്യ, ഏഷ്യ, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്നിവിടങ്ങളിൽ നിന്നും വരാം. ഭാവിയിൽ ആ റീജിയണൽ റഫാൽ ഫ്ലീറ്റിൻ്റെ എഞ്ചിൻ മോഡ്യൂൾസ്, കോമ്പണൻസ്, വെപ്പൺ സർവീസിംഗ്, സ്ട്രക്ചറൽ റിപ്പയർ ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഹൈദരാബാദ് മാത്രമല്ല, ഇന്ത്യയിലെ പല എയറോസ്പേസ് ക്ലസ്റ്റേഴ്സും ഈ വലിയ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാകും. ഇതിൻ്റെ ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, UAE വെസ്റ്റ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട എക്കണോമിക് ആൻഡ് ഡിഫൻസ് ഹബ്ബാണ്. ഇന്ത്യ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ മേജർ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ പവറാണ്. ഇരുവരുടെയും റഫാൽ ഫ്ലീറ്റുകൾ ഒരേ ഇക്കോസിസ്റ്റത്തിൽ കണക്ട് ചെയ്താൽ ഗൾഫ് മുതൽ ഇന്ത്യൻ ഓഷ്യൻ വരെ ഒരു ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ഇൻ്റഗ്രേഷൻ രൂപപ്പെടും. ഇത് ഇന്ത്യക്ക് വെസ്റ്റ് ഏഷ്യയിൽ കൂടുതൽ സ്ട്രാറ്റജിക് ഡെപ്ത് നൽകും. UAEക്ക് ഇന്ത്യൻ ഓഷ്യൻ പവറായ ഇന്ത്യയുമായിട്ട് കൂടുതൽ വിശ്വസിക്കാവുന്ന ഡിഫൻസ് കണക്ഷനും നൽകും. അവസാനമായിട്ട് പറയട്ടെ സുഹൃത്തുക്കളെ, ചിത്രം വളരെ വലുതാണ്. 250-ലധികം റഫാലുകൾ, അതായത് യൂറോപ്പിന് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റഫേൽ സസ്റ്റൈൻമെൻറ്റ് സെൻറ്ററിലൊന്നായിട്ട് ഇന്ത്യ മാറാനുള്ള വഴികളാണ് തെളിയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്കാണ്. വെറും ജോബ് ക്രിയേഷൻ മാത്രമല്ല, റവന്യൂ മാത്രമല്ല, ടെക്നോളജി സ്കിൽസ് മാത്രമല്ല, സ്ട്രാറ്റജിക് ഓട്ടോണമി, കൂടുതൽ വിമാനങ്ങളുടെ ലഭ്യത, വാർ ടൈം റെസീലിയൻസ്, റീജിയണൽ ഇൻഫ്ലുവൻസ്, ഡിഫൻസ് എക്സ്പോർട്സ്
എയ്റോസ്പേസ് മാനുഫാക്ചറിംഗ് ഡെപ്ത്, ഇതെല്ലാമാണ് ഒന്നിച്ച് ലഭിക്കുന്നത്. ഒരു കാലത്ത് റഫാൽ വാങ്ങാൻ ഫ്രാൻസിനെ നോക്കിയിരുന്ന ഇന്ത്യ നാളെ റഫാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ മെയിൻ്റനൻസിനായിട്ട് ഇന്ത്യയെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതായിരിക്കും യഥാർത്ഥ മാറ്റം. റഫാൽ വാങ്ങിയ ഇന്ത്യയിൽ നിന്ന് റഫാൽ ഇക്കോസിസ്റ്റം നിയന്ത്രിക്കുന്ന ഇന്ത്യയിലേക്ക്. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം.